Good morning, all students. Now, already we studied about how to prepare what is receipts and payments account and how to prepare receipts and payments account. Today is our fourth class. നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ബുക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ബുക്ക്, നോട്ട്ബുക്ക്, പെൻസില്, പെന്ന്, സ്കെയില് ഇതെല്ലാം കരുതിയിരിക്കുക. പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക. ബൈഹാർട്ട് പഠിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ബൈഹാർട്ട് പഠിക്കരുത്. ഇത് നമ്മളുടെ നാലാമത്തെ വീഡിയോ ആണ്. +2 അക്കൗണ്ടൻസി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നാലാമത്തെ വീഡിയോ ആണ്. 3 വീഡിയോ നമ്മൾ കഴിഞ്ഞു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഓർഡറിൽ കാണുക. ഓരോ വീഡിയോയിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നവർ അതിൻ്റെ ഓർഡറിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ലൈവ് ക്ലാസ്സിലിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇരിക്കുക, എഴുതുക, പ്രോബ്ലംസ് ചെയ്യുക. So already we have discussed about how to prepare a receipts and payments account, what is receipts and payments account, and how to prepare receipts and payments account. Already we prepared one problem, we completed one problem also. Now we are moving to the next portion, income and expenditure account. What is an income and expenditure account? In trading concern, we have prepared profit and loss account. For what? For ascertaining the net profit or net loss of the organization. In non-trading concern, we are also preparing an statement for ascertaining the profit or loss. Here it is not a profit and loss account. Here it is, the name is income and expenditure account. In trading account, the name is profit and loss account. In non-trading concern, the name is income and expenditure account. In trading concern, the excess of income over the expenditure is called a net profit, and excess of expenditure over income is called net loss. In non-trading concern, the excess of income over expenditure is called surplus, and excess of expenditure over income is called deficit. അതായത് ട്രേഡിംഗ് കൺസേണിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. എന്തിനു വേണ്ടി? സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റോ ലോസോ കണക്കാക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. രണ്ടും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ പേര് മാത്രം വ്യത്യാസമുണ്ട്. ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു കൺഫ്യൂഷൻ വിചാരിക്കേണ്ട. രണ്ടും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരേ അക്കൗണ്ടാണ്, അതിൽ പേര് മാത്രം വ്യത്യാസമുണ്ട്. ട്രേഡിംഗ് കൺസേണിൽ അതിൻ്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അതിൻ്റെ പേര് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്നത് ലാഭമോ നഷ്ടമോ കണക്കാക്കാനാണ്. പക്ഷേ ലാഭം നഷ്ടം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് കൺസേണിലാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മളതിന് പകരം ഉപയോഗിക്കും, ലാഭം പ്രോഫിറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സർപ്ലസ് എന്നാണ്. ലോസ് എന്ന വാക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഡെഫിസിറ്റ് എന്നാണ്. സോ വാട്ട് ഈസ് സർപ്ലസ്? സർപ്ലസ് മീൻസ് എക്സസ് ഓഫ് ഇൻകം ഓവർ ദി എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലുള്ള ഇൻകം എത്രയാണോ അതാണ് സർപ്ലസ്. സർപ്ലസ് മീൻസ് എക്സസ് ഓഫ് ഇൻകം ഓവർ ദി എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാലോ, കുറവ് എന്ന് പറഞ്ഞാലോ നേരെ തിരിച്ചാണ്. ചെലവ് കൂടുതലും വരവ് കുറവും. The excess of expenditure over the income is called
ഡെഫിസിറ്റ്. ഇൻകം കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ സർപ്ലസ് ആണ്, അതായത് മിച്ചമാണ്, ലാഭമാണ്. ചെലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ നഷ്ടമാണ്, അതായത് കുറവാണ്, ഡെഫിസിറ്റ്. നമ്മുടെ പണം പോയി നഷ്ടപ്പെട്ടു. സോ വാട്ട് ഈസ് സർപ്ലസ്? എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ, excess of income over the expenditure. Then what is deficit? Deficit means excess of expenditure over the income. Expenditure കൂടുതലും ഇൻകം കുറവാണ്. Income and expenditure. What is the nature of income and expenditure account? The nature of, we have already seen, the nature of receipts and payments account is real account. Here, the nature of income and expenditure account is nominal account. Income and expenditure account in the nature എന്ന് പറയുന്നത് nominal account ആണ്. What is nominal account? +1 പഠിച്ചതാണ്. What is nominal account? Accounts relating to all expenses, losses, income, gain. എക്സ്പെൻസിനെ പറ്റിയോ ലോസിനെ പറ്റിയോ ഇൻകത്തിനെ പറ്റിയോ ഗെയിനിനെ പറ്റിയോ നേട്ടത്തിനെ പറ്റിയോ പറയുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞത്. കാരണം നോമിനൽ അക്കൗണ്ട് ഡെഫിനിഷൻ പറഞ്ഞാൽ അങ്ങനെയാണ്, അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഓൾ എക്സ്പെൻസസ്, ലോസസ്, ഇൻകം, ഗെയിൻ. ഇവിടെയും നമ്മളത് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ദ നേച്ചർ ഓഫ് നോമിനൽ അക്കൗണ്ട്. ഇനി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എല്ലാ റെസീറ്റുകളും എല്ലാ പേയ്മെൻറ്റുകളും എഴുതണമെന്ന് പറഞ്ഞു. ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് we will record all receipts and all payments relating to previous year, current year and coming next year. Receipts and payments അക്കൗണ്ടിൽ മുൻ വർഷത്തെയോ കറണ്ട് അതാത് വർഷത്തെയോ വരാൻ പോകുന്ന വർഷങ്ങളിലെയോ എല്ലാ റെസീറ്റും എല്ലാ പേയ്മെൻറ്റും നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മുൻ വർഷങ്ങളിലെ എഴുതാൻ പറ്റില്ല, വരാൻ പോകുന്ന വർഷങ്ങളിലെ എഴുതാൻ പറ്റില്ല, കറണ്ട് ഇയറിലെ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. എന്താ കാരണം? അത് നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി കോൺസെപ്റ്റ്? ആക്രൂവൽ കോൺസെപ്റ്റ്. എന്താണ് ആക്രൂവൽ കോൺസെപ്റ്റ് പറഞ്ഞത്? അതാത് വർഷങ്ങളിലെ റെക്കോർഡ് ചെയ്യുക, അതാത് വർഷങ്ങളിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്യണം. കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുണ്ടെന്ന് കാണിക്കണം, കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെന്ന് കാണിക്കണം. സോ വാട്ട് ഈസ് ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് prepared for ascertaining the surplus or deficit of a non-profit organization. Income and expenditure account is a nominal account prepared for ascertaining the surplus or deficit of non-profit organization. Income and expenditure also have two sides. One income side and one expenditure side. One debit side and one credit side. On the debit side we will record all expenses and on the credit side we will record all incomes. It is just like a profit and loss account. ഒരു വ്യത്യാസമില്ല, നമുക്ക് ടൈറ്റിൽ മാത്രമേ മാറുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ്. ഇതേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. എക്സ്പെൻസ് എഴുതി, ഇൻകം എഴുതി, ബാലൻസ് കാണുക. ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് നഷ്ടമായിരിക്കും അല്ലെങ്കിൽ ലാഭമായിരിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സർപ്ലസ് ആയിരിക്കും, ഡെഫിസിറ്റ് ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ
റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ? ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നേച്ചറാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നേച്ചർ എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് നേച്ചറാണ്. അതിൽ നമ്മൾ എല്ലാ ക്യാഷ് റെസീറ്റുകളും ബാങ്ക് റെസീറ്റുകളും പേയ്മെൻറ്റുകളും മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഏത് റെസീറ്റ് നമ്മൾ എഴുതും, ഏത് വർഷത്തെ ആയിക്കോട്ടെ, ഏത് റെസീറ്റ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എഴുതും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയർ ഇൻകവും കറണ്ട് ഇയർ എക്സ്പെൻസും മാത്രമേ എഴുതാറുള്ളൂ. സോ ഫസ്റ്റ് വൺ ഈസ് നേച്ചർ. ഇൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് we will record all cash receipt and all payments, all receipts and all payment, whether it will be cash payment, cash receipt or bank payment, whatever it is. In receipt and payment account we will record all receipts and all payments, but in income and expenditure account we will record only current year income and current year expense. That is the first difference. Second thing is, in the receipt and payment account we will record all payment and all receipts without considering whether it is capital expenditure or revenue expenditure. Receipts and payments അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നോ തരം തിരിക്കാതെ ഏത് റെസീറ്റും ഏത് പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്യണം. ബട്ട് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് we will record only revenue receipts and revenue expenses. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മെൻഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എല്ലാ ക്യാപിറ്റൽ റെസീറ്റും എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും എല്ലാ റവന്യൂ റെസീറ്റും റെക്കോർഡ് ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓൺലി revenue receipts and revenue expenses only will be recorded. So the second difference is relating to revenue and capital, whether it is revenue expenses, whether it is capital expenses. The third difference is debit side. The debit side of receipts and payments account is receipts. We are recording all receipts on the debit side, but in income and expenditure account all expenses and losses will be recorded on the debit side of the income and expenditure account. അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീറ്റുകളും മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻസും എല്ലാ ലോസുമാണ്. സോ ഫസ്റ്റ് ഈസ് നേച്ചർ, സെക്കൻഡ് ഈസ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ, തേർഡ് വൺ ഈസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ക്രെഡിറ്റ് സൈഡ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് എല്ലാ പേയ്മെൻറ്റുമാണ്. All payments are recorded on the credit side of the receipt and payment account. But in income and expenditure account, all incomes are shown on the credit side of the income and expenditure account. Income and expenditure credit side നമ്മൾ എല്ലാ ഇൻകത്തിനെയും എല്ലാ ഗെയിനിനെയും കാണിക്കും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിൽ കാണുക. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിൽ കാണുക. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളൊരു അക്കൗണ്ടിനെ പറ്റിയാണ് പറയുന്നെങ്കിൽ ആ അക്കൗണ്ട് അപ്പം തന്നെ നമ്മൾ മനസ്സിൽ വരയ്ക്കുക. വരച്ചിട്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിൽ കാണുക. അപ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. പറയുന്നത് കാര്യങ്ങൾ അപ്പം തന്നെ നമ്മൾ മനസ്സിൽ വരയ്ക്കുക. ഒരു അക്കൗണ്ട് ആണെങ്കിൽ അപ്പം തന്നെ ആ അക്കൗണ്ട് മനസ്സിൽ വരയ്ക്കുക. അതിന് ഡെബിറ്റ് സൈഡിൽ എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ എന്താണ്, ഏതൊക്കെ അക്കൗണ്ടാണ് ഡെബിറ്റ് സൈഡ് ബാലൻസ് കാണിക്കുക, ഏതൊക്കെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് സൈഡ് ബാലൻസ് കാണിക്കുക. ചില അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രം കാണിക്കൂ, ചിലത് ക്രെഡിറ്റ് സൈഡ് മാത്രമേ കാണിക്കൂ. അങ്ങനെ പറയുമ്പോൾ ആ അക്കൗണ്ട് പെട്ടെന്ന് മനസ്സിൽ വരയ്ക്കുക.
അതിന് രൂപ മനസ്സിൽ കാണുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമ്മൾ പറയുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മുടെ സ്ക്രീൻ ഇവിടെ ബോർഡിലുണ്ട്. ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ് ഉണ്ട്. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ വരിക എക്സ്പെൻഡിച്ചർ ആണ്, ഇവിടെ വരുന്നത് ഇൻകം ആണ്. പേയ്മെന്റ് സ്ഥാനത്ത് ഇൻകവും, എക്സ്പെൻഡിച്ചർ സ്ഥാനത്ത് റെസിപ്റ്റ് സ്ഥാനത്ത് എക്സ്പെൻഡിച്ചറുമാണ്. അഞ്ചാമത്തെ ഡിഫറൻസ് പറയുന്നത് നേച്ചറാണ്. അഞ്ചാമത്തെ ഡിഫറൻസ് പറയുന്നത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. ആറാമത്തെ ഡിഫറൻസ് പറയുന്നത് പീരീഡ് ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എല്ലാ റെസീപ്റ്റുകളും എല്ലാ പേയ്മെന്റുകളും റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയർ എക്സ്പെൻസും ഇൻകവും മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. സോ സിക്സ് ഡിഫറൻസ് ഈസ് പീരിയഡ്. ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് we will record all receipts and all payments irrespective of the year of occurrence. ഏത് വർഷത്തെയാണോ നമുക്ക് കിട്ടാനുള്ളത് ആ വർഷം നമ്മൾ പരിഗണിക്കാറില്ല. ഇപ്പോൾ ഈ വർഷം നമ്മൾക്ക് 5 വർഷം മുൻപ് കിട്ടാറുണ്ടായിരുന്ന തുക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 5 വർഷം മുമ്പ് നമ്മൾക്ക് കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞത് അന്നത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ റിസീവബിൾ ഇൻകം അക്രൂഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. വീണ്ടും അത് കറണ്ട് ഇയറിലെ ഇൻകത്തിൽ കാണിച്ചാൽ അത് ഡ്യൂപ്ലിക്കേഷൻ ആവും. 5 വർഷം മുമ്പൊന്ന് കാണിച്ചു, വീണ്ടും കറണ്ട് ഇയറിൽ ഒന്ന് കാണിച്ചു. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡ്യൂപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് അതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഏഴാമത്തെ ഡിഫറൻസ് പറയുന്നത് റെസീപ്റ്റ്സ് ആൻഡ് ഒബ്ജക്റ്റ് ആണ്, അതായത് അതിന് ലക്ഷ്യമാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ അസർട്ടൈനിങ് ദി ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്. Receipts and account is prepared for ascertaining the position of cash and bank. Income and expenditure account prepare ചെയ്യുന്നത് for ascertaining the result. That means whether it is surplus or deficit. സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ സെവൻത് ഡിഫറൻസ് ഈസ് ഒബ്ജക്റ്റ്. Receipts and payment account is prepared for ascertaining the cash or bank balance or showing the cash and bank balance. Income and expenditure account is prepared for finding out the ascertaining the deficit or income during the year. ആ വർഷം ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എട്ടാമത്തേത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തുടങ്ങുന്നത് ഓപ്പണിംഗ് ബാലൻസിലാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസിലാണ്. അതുപോലെ തന്നെ തുടങ്ങുന്നത് ക്ലോസിംഗ് ബാലൻസിലാണ്. അതുപോലെ തന്നെ തീരുന്നത് അതിൻ്റെ ഒടുക്കം എന്ന് പറഞ്ഞ ക്ലോസിംഗ് ബാലൻസിലാണ്. അപ്പോൾ ഇത് രണ്ട് ഡിഫറൻസ് ആണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്. But in receipts and payments account, but in not income and expenditure account, there is no opening balance. So 8th difference is opening balance. Receipts and payments account is started with an opening balance, but in income and expenditure account, there is no opening balance. The 9th difference is closing balance. In receipts and payments account, it is ended with the closing balance. But in income and expenditure account, it is ended with the surplus or deficit. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്
അവസാനിക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ്, അതായത് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ക്ലോസിംഗ് ബാലൻസിലാണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അവസാനിക്കുന്നത് സർപ്ലസോ ഡെഫിസിറ്റിലോ ആണ്. ഓക്കെ, സോ ദി നയൻത് ഡിഫറൻസ് ഈസ് ക്ലോസിംഗ് ബാലൻസ്. Receipts and payments account is ended with cash or bank balance. Closing cash or bank balance. Income and expenditure account is ended with surplus or deficit. Next difference is non-cash expenses receipts and payments account report ചെയ്യാറില്ല. അതായത് ക്യാഷ് കൊടുത്തതോ അല്ലെങ്കിൽ വാങ്ങിയതോ, ക്യാഷ് റെസീറ്റോ ക്യാഷ് പേയ്മെൻറ്റോ അല്ലാത്ത യാതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാറില്ല? റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാറില്ല. സോ ഓൾ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ബട്ട് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് non-cash expenses or incomes also recorded. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതിന് പണം കൊടുത്തോ അല്ലെങ്കിൽ കിട്ടിയോ, പണം കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് പണത്തിൽ ഇടപാട് നടത്താത്ത ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഒരുപാട് ജേണൽ എൻട്രികളുണ്ട്. അങ്ങനെ വരുന്ന ജേണൽ എൻട്രികളിൽ വരുന്നതും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരണം. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി, റെസിപ്റ്റാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എഴുതി. അവസാന മാസത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മാർച്ചിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. അത് നമ്മൾ കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് മന്താണ്, ഏപ്രിലാണ്. സോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് എപ്പോഴാണ്? മാർച്ച് 31-നാണ്. അപ്പോൾ മാർച്ച് 31-ന് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് മാർച്ച് കിട്ടാനുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇല്ല. ബട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ കൂടെ മാർച്ച് മാസത്തെ ഇൻട്രസ്റ്റായ തുകയും കൂടെ കൂട്ടണം. എന്തായാലും പറയുക, ഇൻട്രസ്റ്റ് റിസീവബിൾ, ഇൻകം റിസീവബിൾ നോട്ട് റിസീവ്ഡ്. ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. എന്താണ് പറയുക പേര്? അക്രൂഡ് ഇൻകം. വാട്ട് ഈസ് അക്രൂഡ് ഇൻകം? ഇൻകം റിസീവബിൾ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം റിസീവബിൾ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം കിട്ടാനുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ തുക റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലുള്ള റിസീവ്ഡിൻ്റെ കൂടെ ആഡ് അക്രൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ കാണിക്കണം? ഇൻകം സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കിട്ടാനുള്ളത് കാണിക്കണം. അതുപോലെ തന്നെ കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ സാലറി, റെൻറ്റ്, ഇതെല്ലാം നമ്മൾ മന്ത് എൻഡിൽ കൊടുക്കുക. എല്ലാം ആ മാസത്തിൻ്റെ 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ കൊടുക്കുക എപ്പോഴായിരിക്കും? നെക്സ്റ്റ് മന്തിൻ്റെ സ്റ്റാർട്ടിങ് വീക്കിലായിരിക്കും, അല്ലേ? അടുത്ത മാസത്തിൻ്റെ ആദ്യത്തെ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ചിന്തിക്കുന്നത് ആ മന്ത് എൻഡിൽ അത് കൊടുത്തോ? ആ മന്ത് എൻഡിൽ അത് കൊടുത്തിട്ടില്ല. സോ ആ മന്ത് എൻഡിൽ അതൊരു ലാബിലിറ്റിയാണ്. എന്താണ് പേര് പറയുന്ന പേര്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. വാട്ട് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്? എക്സ്പെൻസസ് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസ് കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ പേയ്മെൻറ്റ്സിൽ എന്തുണ്ട്? കൊടുത്തത് മാത്രമുണ്ട്. പക്ഷെ നമ്മൾ ഇനിയും ഒരു മാസം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലുള്ള പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ട് എത്രയോ അതിൻ്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇത്ര, രണ്ടും ചേർന്നതാണ് നമ്മളുടെ ആ വർഷത്തെ ചെലവെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് വാടക കൊടുത്തില്ലെങ്കിൽ നമുക്ക് വാടക ഇല്ലെന്നാണ് അർത്ഥം? അല്ല. വാടക കൊടുത്തില്ലെങ്കിൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇല്ല. നോ റെന്റ് ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ബട്ട് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വി ഹാവ് ടു ഷോ all the rents are payable. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് എഴുതും?
റെൻറ്റ് ഇത്ര, ഹൗ മച്ച്, ദിസ് മച്ച് ഈസ് പേയബിൾ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ് നമ്മൾ കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ദിസ് മച്ച്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ്, ക്യാഷ് കൊടുക്കാത്തതോ കിട്ടാത്തതോ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എഴുതാറില്ല. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അത് കാണിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, ക്യാഷ് വാങ്ങിക്കുന്നില്ല. പക്ഷേ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഇയർ ഉണ്ടല്ലോ, നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇല്ല, പക്ഷേ ഇയർ ഉണ്ടല്ലോ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കണം. സോ all cash receipts will be shown on the receipts and payments account. In income and expenditure account, all cash receipts, all revenue receipts, revenue income and all non-cash expense also will be recorded in the income and expenditure account. So we have seen some difference between receipts and payments account and income and expenditure account. ഇത് നിങ്ങൾ നോട്ടുകൾ കറക്റ്റായി എഴുതി വായിച്ച് മനസ്സിലാക്കി, ബൈഹാർട്ട് പഠിക്കരുത്. വായിച്ച് മനസ്സിലാക്കി എന്താണ് ഇതിൻ്റെ കാരണം. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നേരെ +1 പോവുക. അതിൻ്റെ കാരണങ്ങൾ ഓരോന്നായി നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഓരോ കൺസെപ്റ്റുകളും റൂൾസും കാര്യങ്ങളും എന്താണ് ഇത് വരാൻ കാരണം, അങ്ങനെ കാര്യകാരണങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക. അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏറ്റവും ഈസിയാവും. 100ൽ നിങ്ങൾക്ക് 100 മാർക്കും വാങ്ങിക്കാം. അക്കൗണ്ടൻസി ടഫായിരിക്കുന്ന ആൾക്കാർക്ക് ടഫാകാൻ കാരണം എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ ബേസിക് ആയ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആവും അക്കൗണ്ടൻസി. പക്ഷേ അതിന് കാര്യകാരണങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. കാര്യകാരണങ്ങൾ ബൈഹാർട്ട് ഇല്ലാതെ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ നോളജ് നമ്മളെ കൊണ്ടുപോകും. ഒരു പ്രശ്നമില്ല. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് വളരെ ഈസി സബ്ജക്റ്റാണ്. സോ നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇതിന് മുൻപ് നമ്മൾ 3 ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. എല്ലാ വീഡിയോകളും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതിലൊരു ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഓർഡറിൽ കാണുക. എല്ലാ വീഡിയോയിലും നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൻ്റെ ഓർഡറിൽ മാത്രം കാണുക. 1, 2, 3, 4, 5 നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ഓർഡറിൽ മാത്രം കാണുക. 1 കഴിഞ്ഞ് 4 കാണരുത്. 1 കഴിഞ്ഞാൽ 2 കാണുക. കാരണം നമ്മൾ ഓർഡറിലാണ് ക്ലാസ് എടുക്കുന്നത്. ആ ഓർഡറിൽ തന്നെ കാണുക. നോട്ടുകൾ എഴുതി തയ്യാറാക്കുക. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എല്ലാ കുട്ടികൾക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കൊക്കെ പരിചയമുണ്ടോ അവർക്കെല്ലാം ഷെയർ ചെയ്യുക. എല്ലാവരും അക്കൗണ്ടൻസിയിൽ 100% മാർക്ക് വാങ്ങിക്കട്ടെ. എല്ലാവരും പഠിക്കട്ടെ. നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പഠിത്തത്തിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ എങ്ങനെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നോ അങ്ങനെ നമുക്ക് പഠിക്കാം. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ് 5ാമത്തെ ക്ലാസ്സാണ്. അടുത്ത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുക. ആദ്യം നമുക്ക് റെസീറ്റ്സ് ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. സോ എല്ലാവർക്കും